नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 69. ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യകർമ്മങ്ങൾ. പേജ് നമ്പർ 683. പ്രിയപ്പെട്ട ഭഗവാനെ, ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിതാത്മാക്കളാകയാൽ ഫലാപേക്ഷയോടു കൂടിയുള്ള കർമ്മത്തിൻ്റെ കെണി ജരാസന്ധൻ്റെ രൂപത്തിൽ വന്നുപെട്ടിരിക്കുന്നതിൽ നിന്നു ഞങ്ങൾക്കു മോചനം നൽകാൻ അവിടുത്തേക്ക് കഴിയും. പ്രിയപ്പെട്ട പ്രഭോ, 10,000 ആനകളുടെ ബലമുള്ള ആളാണ് ജരാസന്ധൻ എന്നു അവിടുത്തേക്കറിയാം. ഈ ബലം കൊണ്ടാണ് സിംഹം ആട്ടിൻപറ്റത്തെ മയക്കുന്നത് പോലെ അയാൾ ഞങ്ങളെ തടവിലാക്കിയത്. പ്രിയപ്പെട്ട ഭഗവാനെ, 18 തവണ തുടർച്ചയായി ജരാസന്ധനുമായി അങ്ങ് ഏറ്റുമുട്ടിക്കഴിഞ്ഞു. അയാളുടെ അത്യസാധാരണമായ ശക്തിയെ ഉല്ലംഘിച്ചു 17 തവണയും അവിടുന്നാണ് ജയിച്ചത്. എന്നാൽ 18ാമത്തെ തവണ അങ്ങ് അവിടുത്തെ മാനുഷികമായ സ്വഭാവഗുണം പ്രകടമാക്കി. അങ്ങനെ അവിടുന്ന് പരാജയപ്പെട്ടതുപോലെ നടിച്ചു. ഭഗവാനെ, ജരാസന്ധനു ഒരിക്കലും അങ്ങയെ പരാജയപ്പെടുത്താനാവില്ലെന്നു ഞങ്ങൾക്കു നന്നായി അറിയാം. എന്തെന്നാൽ അവിടുത്തെ ശക്തി, അധികാരം, ബലം, വിഭവശേഷി എന്നിവയെല്ലാം അപരിമേയമാണ്. അങ്ങയ്ക്കൊപ്പമാകാനോ അങ്ങയെ ഉല്ലംഘിക്കാനോ ആർക്കുമാവില്ല. 18ാമത്തെ തവണ ജരാസന്ധനോട് തോറ്റതായി നടിച്ചത് അവിടുത്തെ മനുഷ്യസഹജമായ സ്വഭാവം കൊണ്ടാണ്. നിർഭാഗ്യവശാൽ വിഡ്ഢിയായ ജരാസന്ധന് അവിടുത്തെ കൗശലം മനസ്സിലായില്ല. അതിൻ്റെ ഫലമായി അയാളിപ്പോൾ ഭൗതിക ശക്തിയെയും അന്തസ്സിനെയും ചൊല്ലി ഊറ്റം കൊള്ളുകയാണ്. അങ്ങയുടെ ഭക്തന്മാരെന്ന നിലയിൽ ഞങ്ങൾ അവിടുത്തെ പരമാധികാരത്തിനു വിധേയരാണെന്നറിഞ്ഞുകൊണ്ടു തന്നെയാണ് അയാൾ ഞങ്ങളെ തടങ്കിലാക്കിയത്. ഞങ്ങളുടെ ഭീകരമായ അവസ്ഥ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതു കണക്കിലെടുത്തു അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചാലും എന്നാണ് ബന്ധനസ്ഥരായ രാജാക്കന്മാരുടെ പ്രതിനിധിയും ദൂതനും എന്ന നിലയ്ക്ക് എനിക്കു പറയാനുള്ളത്. അങ്ങയെ ബോധിപ്പിക്കുകയും ഞങ്ങളുടെ അപേക്ഷ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങയുടെ പാദപദ്മങ്ങളിൽ സ്വയം നേരിട്ടു അഭയം തേടാൻ എല്ലാ രാജാക്കന്മാരും ആകാംക്ഷാഭരിതരായിരിക്കുകയാണ്. ഭഗവാനെ, അവരോട് കരുണ കാണിക്കണമേ.
അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കണമേ. ബന്ധനസ്ഥരായ രാജാക്കന്മാരുടെ ദൂതൻ ഭഗവാന്റെ മുമ്പിൽ തൻ്റെ അപേക്ഷ സമർപ്പിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ നാരദ മഹർഷി അവിടെ ആഗതനായി. മഹാനായ ഈ പുണ്യാത്മാവിൻ്റെ മുടി സ്വർണം പോലെ തിളങ്ങിയിരുന്നു. അദ്ദേഹം സഭാമന്ദിരത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ സൂര്യദേവന്റെ സാന്നിധ്യമുണ്ടായതുപോലെ തോന്നി. ശിവൻ, ബ്രഹ്മദേവൻ എന്നിവർക്കു പോലും ആരാധ്യനാണ് ഭഗവാൻ കൃഷ്ണൻ. എന്നിട്ടും നാരദനെ കണ്ടയുടൻ തൻ്റെ മന്ത്രിമാർക്കും മറ്റുദ്യോഗസ്ഥന്മാർക്കുമൊപ്പം അദ്ദേഹം എഴുന്നേറ്റു നിന്നു. നാരദനെ സ്വീകരിക്കുകയും ശിരസ്സു കുനിച്ച് അദ്ദേഹത്തിനു സാദര പ്രണാമങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. നാരദമുനി സുഖകരമായ ഒരു പീഠത്തിൽ ഉപവിഷ്ടനായി. സാധാരണമായി ഒരു പുണ്യാത്മാവിനെ സ്വീകരിക്കേണ്ട എല്ലാ അനുസാരികളോടും കൂടി ഭഗവാൻ അദ്ദേഹത്തെ പൂജിച്ചു. നാരദനെ സംതൃപ്തനാക്കാനുള്ള ഉത്സാഹത്തിനിടയിൽ സ്വതസിദ്ധമായ മധുര ശബ്ദത്തിൽ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തോടിങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട ദേവർഷേ, ത്രൈലോക്യങ്ങളിലെ കാര്യങ്ങളൊക്കെ ഭദ്രം തന്നെയല്ലേ? പ്രപഞ്ചത്തിലെ ഉപരി മധ്യ അധോലോകങ്ങളിലും ബാഹ്യാകാശത്തുമെല്ലാം നിർബാധം സഞ്ചരിക്കാൻ അങ്ങേക്കർഹതയുണ്ടല്ലോ. ഭാഗ്യവശാൽ അങ്ങയെ കണ്ടതുകൊണ്ട് പുണ്യവാനായ അങ്ങയിൽ നിന്നു 3 ലോകങ്ങളിലെയും വാർത്തയറിയാൻ എളുപ്പമായി. സർവേശ്വരന്റെ ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൽ അങ്ങയുടെ അറിവിൽപ്പെടാത്തതായി യാതൊന്നുമില്ല. അങ്ങേക്ക് സർവവുമറിയാം. അതിനാൽ നാം അങ്ങയോട് ചോദിക്കുന്നു, പാണ്ഡവർക്കു ക്ഷേമം തന്നെയല്ലേ? യുധിഷ്ഠിരന്റെ ഇപ്പോഴത്തെ പരിപാടി എന്താണ്? അവർ തത്കാലം എന്താണിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? ഹരേ കൃഷ്ണ.